ഗായ്സ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി ചെയ്താലോ. അപ്പോൾ ഇന്ന് ഞാൻ വെരി എക്സൈറ്റഡ് ആണ് ഈ ഒരു ഗെറ്റ് റെഡിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഇന്ന് ഞാൻ ഒരു പുതിയ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാൻ പോകുന്ന ഹിലറി റോഡയുടെ. ഇറ്റ്സ് എ ലിക്വിഡ് ഫൗണ്ടേഷൻ. ഈ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഫ്ലോലെസ് ഫിനിഷ് തരും, സിൽക്കി മാറ്റ് ടെക്സ്ചർ തരും എന്നൊക്കെ പറയുന്നുണ്ട്. പാക്കേജിങ് കണ്ടിട്ട് ഇറ്റ്സ് ടു ഗുഡ്, ടു ബ്യൂട്ടിഫുൾ കളറാണ് പാക്കേജിങ് ആൻഡ് നല്ല സോളിഡ് പാക്കേജിംഗ് ആണ്. ഉള്ളിലത്തെ ബോട്ടിലും അതെ, ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇവർ തന്നേക്കണേ. പാക്കേജിങ് ഏകദേശം റെവ്ലോണിന്റെ ഒക്കെ പോലത്തെ പാക്കേജിംഗ് ആണ്. ഇതൊരു 33 ml പ്രോഡക്റ്റ് ആണ്. ലെറ്റ്സ് സീ ഇത് എത്ര ബിൽഡബിൾ കവറേജ് തരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. അപ്പൊ ഞാൻ ഒരു ഡോട്ട് ആയിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ആദ്യം ഞാൻ കുറച്ച് ലൈറ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇതൊന്ന് ഞാൻ ബ്രഷ് വെച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്ലൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ കുറച്ചുകൂടി മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ സ്മൂത്ത് ആയിട്ട് ഇത് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട് ഫേസിൽ. സിൽക്കി മാറ്റ് ഫിനിഷ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗിവിംഗ് എ സിൽക്കി മാറ്റ് ഫിനിഷ് ആൻഡ് മീഡിയം ടു ബിൽഡബിൾ കവറേജ് എനിക്ക് തോന്നിയ ഇത് തരുന്നത്. വെയ്റ്റ്ലെസ് ഫോർമുല ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഫേസിൽ നല്ല ലൈറ്റ് ആയിട്ട്. ഈ ഒരു ഫൗണ്ടേഷന്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് റീലോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാട്ടോ. ബേസ് ഒക്കെ നന്നായി സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടു, പിന്നെ ഞാൻ ലിപ് ഗ്ലോസ് ഇട്ടു. ചൂട് കാരണം ഞാൻ ഒരു ഫാൻ യൂസ് ചെയ്തിട്ട് ഡ്രൈ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ് ആഫ്റ്റർ എവറി പ്രോസസ് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഐ ഷാഡോയിലേക്ക് കടന്നു. ഐ ഷാഡോ ത്രീ കളർ കോമ്പിനേഷൻ ഐ ഷാഡോ ആണ്. ബ്രൗൺ ആൻഡ് മിഡിൽ നമ്മൾ ഇത്തിരി സിൽവർ കോപ്പറിഷ് ടിന്റ് കൊടുത്തോണം. ആൻഡ് ഇന്നർ ഐ ലൈറ്റ് ബ്രൗൺ. അത് തന്നെ നമ്മൾ അണ്ടർ ഐയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ആ ഹാർഷ് ക്രീസ് ഒന്ന് കളയണ്ടിട്ട്. പിന്നെ ഐയുടെ സൈഡിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാലറ്റിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് അത് ഈവൻ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഷ് പീച്ച് യൂസ് ചെയ്തു. പീച്ച് ബ്ലഷ് നമ്മൾ ഫേസിന്റെ ഹൈ പോയിന്റ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ എഗെയിൻ നമ്മൾ ബ്ലഷിന്റെ മുകളിൽ ഹൈലൈറ്റർ ഹൈ പോയിന്റ്സിലും ഒക്കെ യൂസ് ചെയ്തു കേട്ടോ. നല്ല ചൂടായ കാരണം ഞാൻ ഓൺലി ബേസിക്സ് മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യണേ. അധികം മേക്കപ്പ് കൂടുതൽ ഇടുന്നില്ല കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഞാനിവിടെ എത്നിക് ക്രോപ്പ് ടോപ്പ് വിത്ത് ബ്ലാക്ക് ട്രൗസേഴ്സ് ആയിട്ടാണ് പെയർ ചെയ്തേക്കണേ വിത്ത് എ സിൽവർ സ്മാർട്ട് വാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോറൽ പ്രിന്റഡ് ബട്ടൺ ഡൗൺ ആയ വി നെക്ക് ട്യൂണിക് ടോപ്പ് വെരി എലിഗന്റ് ആണ്. ഇതൊരു എത്നിക് ക്രോപ്പ് ടോപ്പാണ്. ഇതിന് വി നെക്കാണ്, ബട്ടൺ ഡൗൺ ആയ സിസ്റ്റാണ്. എനിക്ക് ഈ ഒരു ചൂട് കാലത്തിന് ഈ ഒരു സ്ലീവ്ലെസ് എത്നിക് ക്രോപ്പ് ടോപ്പ് വെരി കംഫർട്ടബിൾ ആയിട്ടും സൂട്ടബിൾ ആയിട്ടും തോന്നിയിട്ട് ഞാനിവിടെ രണ്ട് ലുക്കും കാണിച്ചിട്ടുണ്ട്. മുടി അയച്ചിട്ടിട്ടും മുടി പിന്നിട്ടിട്ടും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പിന്നിട്ടിട്ട് തന്നെ ആയിരിക്കും പോണേ. പിന്നെ ഒരു ജിമ്മത്തിയായ കാരണം സ്ലീവ്ലെസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ടാറ്റാ ബൈ.